ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാനായി ഹൈക്കമാൻഡ് ഇടപെടൽ ശക്തിപ്പെടുത്തി. മുകുൾ വാസ്നിക് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ കർശന നിലപാട് ഉമ്മൻചാണ്ടി മയപ്പെടുത്തി. സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ദില്ലിയിലെത്തി ചർച്ച നടത്തുമെന്നാണ് സൂചനയും. ഹൈക്കമാൻഡിന്റെ അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ കർശന നിലപാട് മയപ്പെടുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറായി. സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം നിലപാട് മാറ്റി. ഫോണിൽ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നികുമായി നടത്തിയ സംഭാഷണത്തിലൊടുവിലാണ് ഉമ്മൻചാണ്ടി നിലപാട് വ്യക്തമാക്കിയത്. അടിയന്തരമായി ദില്ലിയിലെത്തി ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയെ മയപ്പെടുത്താൻ കോൺഗ്രസിനുള്ളിൽ നടന്ന പല നീക്കങ്ങൾക്കൊടുവിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ഈ മാസം 14-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയെ മയപ്പെടുത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. അതേസമയം കേരളത്തിൽ മാത്രമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് AICCക്ക് തടസ്സമില്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്ന നേതാക്കളാണ് മറിച്ചു പറയുന്നത്. ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ലെന്ന് ഉറപ്പു പറയാനാകില്ലെന്നും ഹസൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസുമായി ബന്ധപ്പെട്ട് തന്റെ മൊഴിയെടുക്കണമെന്ന് ADGP ഹേമചന്ദ്രൻ തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഹേമചന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും DYSP പ്രസന്നൻ നായരാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്നും ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷനിൽ പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയെ നേരിട്ട് വിസ്തരിക്കാൻ അനുമതി തേടി സരിതയും ഇന്ന് സോളാർ കമ്മീഷനിൽ എത്തിയിരുന്നു. സരിതയുടെ സാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കുന്ന അപൂർവതയ്ക്കും ഇന്ന് സോളാർ കമ്മീഷൻ വേദിയായി. ക്രോസ് വിസ്താരം പൂർത്തിയാകാത്തതിനെ തുടർന്ന് ഈ മാസം 30-ലേക്ക് മാറ്റി. ഇപ്പോൾ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ ക്രോസ് ചെയ്യാനായിട്ട് സരിതയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇല്ല, നമ്മൾക്ക് ടേൺ ആയിട്ടില്ല. ഇപ്പം നടക്കുന്ന ലോയേഴ്സ് യൂണിയൻ അഡ്വക്കേറ്റ് രാജേന്ദ്ര സാറിന്റെ ക്രോസ് ആണ്. ആ ക്രോസ് കഴിഞ്ഞതിന് ശേഷം 2 പേർ കൂടെയുണ്ട് 8B നോട്ടീസസ്. ഞങ്ങളുടെ ടേൺ 4th and 5th ആയിട്ടാണ് വരിക. അപ്പോൾ ആ ടേൺ വരുന്ന ടൈമിലാണ് നമുക്ക് പെർമിഷൻ ചോദിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 8B നോട്ടീസ് ആണ്. ഐ എം പെർമിറ്റഡ് ടു ക്രോസ് ഹിം. അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. സരിത എസ് നായർക്ക് 8B നോട്ടീസ് ഉള്ള ഒരു പ്രൊവിഷനുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചോദിക്കാനുള്ള 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പെർമിഷനാണ് ഞാൻ കമ്മീഷനോട് ചോദിക്കുന്നത്. ബാക്കിയുള്ള പ്രൊസീഡിങ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അഡ്വക്കേറ്റ് ആളൂർ സാർ തന്നെ ചോദിക്കും. 4 ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്. ദാറ്റ് ഹി ഹാസ് ടു ആൻസർ. അത് ഇപ്പോഴെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പെർമിഷനാണ് ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് മുഖാന്തരം പെർമിഷൻ ചോദിക്കാൻ പോകുന്നത്. അതെനിക്ക് ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുഖം അടച്ച പോലെ എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടിയാണ്. അപ്പോൾ അങ്ങനെ കള്ളം പറയുന്ന ഒരാളെ എനിക്ക് നേരിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് തോന്നി. അത്ര മാത്രമേ ഉള്ളൂ. ആ 4 കാര്യത്തിൽ എനിക്ക് നേരിട്ട് ചോദിക്കണം. 4 ക്വസ്റ്റ്യൻസ് എനിക്കുണ്ട്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചിട്ടുള്ള സമരം പിൻവലിച്ചു. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നെഹ്റു കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ കൊച്ചിയിലെ ഓഫീസ് കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർ അടിച്ചു തകർത്തതിൽ പ്രതിഷേധിച്ച് പ്രഖ്യാപിച്ച സമരമാണ് പിൻവലിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. അതേസമയം ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം പുറത്തുവരുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കരുതേണ്ടത്. എന്നാൽ അസോസിയേഷൻ പാമ്പാടി നെഹ്റു കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കുഴപ്പങ്ങൾ കണ്ടെത്താനായില്ലെന്നും അസോസിയേഷൻ പ്രസിഡന്റായ ഡോക്ടർ ജോറി മത്തായി പറഞ്ഞു. മന്ത്രി C രവീന്ദ്രനാഥ് ജിഷ്ണുവിൻ്റെ വീട് സന്ദർശിച്ചു. ഇനി ഒരിക്കലും കേരളത്തിൽ മറ്റൊരു ജിഷ്ണു ഉണ്ടാകരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പറഞ്ഞു. കോളേജ് അടച്ചിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അസോസിയേഷന്റെ സമരം പിൻവലിച്ചില്ലെങ്കിൽ കർശന നടപടിയെന്നും അദ്ദേഹം താക്കീത് ചെയ്തു. രാവിലെ 7:30ഓടെയാണ് നാദാപുരം വളയത്തെ ജിഷ്ണുവിന്റെ വീട്ടിൽ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് എത്തിയത്. ജിഷ്ണുവിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. ജിഷ്ണു മരിക്കാനിടയ സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കോളേജ് അടച്ചിട്ട് സമരം ചെയ്യുന്ന സ്വാശ്രയ കോളേജുകളോട് സമരം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോയാൽ ശക്തമായ നടപടി സ്വീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് സമരം ചെയ്യരുത്,
പിൻവലിയണം എന്ന് അഡ്വൈസറിൽ അത് എങ്ങനെ അവർ കണക്കാക്കുന്നു എന്നുള്ളത് അവരുടെ പ്രസ്താവനയിൽ നിന്നും ഇന്നത്തെ നടപടിയിൽ നിന്ന് കാണാം. അത് മനസ്സിലാക്കി തുടർന്ന് സർക്കാർ വളരെ ശക്തമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള സമൂഹം അംഗീകരിക്കുന്ന നിലപാട് എടുക്കും. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തരാണെന്നും ജിഷ്ണുവിന്റേതെന്ന പേരിൽ പുറത്തുവന്ന കത്ത് ജിഷ്ണു എഴുതിയതാണെന്ന് കരുതുന്നില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ഡിവൈഎഫ്ഐ നേതാവ് മുഹമ്മദ് റിയാസ്, നാദാപുരം MLA EK വിജയൻ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജിഷ്ണുവിന് നീതി തേടി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ഭീഷണി. നെഹ്റു ഗ്രൂപ്പിന്റെ കോയമ്പത്തൂർ കോളേജിലെ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്നാണ് ഭീഷണി. ജിഷ്ണുവിന്റെ കുടുംബത്തിന് ധനസഹായം ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ജിഷ്ണുവിന്റെ സഹോദരിയുടെ പഠനം കോളേജ് ഏറ്റെടുക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. തമിഴ്നാട് നാമക്കലിൽ മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി ഷിൻഡോയ്ക്കാണ് മർദ്ദനമേറ്റത്. നാമക്കൽ എക്സൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിദ്യാർത്ഥിയെ ഇടിമുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത്. കോളേജ് എക്സ്പോയിൽ വൈകിയെത്തിയതിനാണ് മർദ്ദനമെന്നും ഷിൻഡോ പറഞ്ഞു. തമിഴ്നാട് നാമക്കൽ എക്സൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ഷിൻഡോയുടേതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. കോളേജ് എക്സ്പോയിൽ വൈകിയെത്തിയതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കോളേജ് മുറിയിൽ പൂട്ടിയിട്ട് 2 ദിവസത്തോളം മർദ്ദിച്ചതായാണ് ഷിൻഡോ പറയുന്നത്. നിലത്തു കിടത്തി ബൂട്ടുകൊണ്ട് അധ്യാപകർ പുറകിൽ ചവിട്ടിയതായും ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചതായും ഷിൻഡോ പറയുന്നു. മൊബൈൽ ഫോണും നൽകിയില്ല. 2 ദിവസം ക്രൂരമായ പീഡനമാണ് ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. പിന്നീട് ഇവർ ഹോസ്റ്റലിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തുകയായിരുന്നു. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയാണ് ഷിൻഡോ. കൂടെയുണ്ടായിരുന്ന മറ്റ് 6 പേരും മലയാളികളാണ്. അന്യസംസ്ഥാന ലോബികൾ ക്യാമ്പസിനകത്ത് ഗുണ്ടായിസമാണ് കാട്ടുന്നതെന്നും സർക്കാർ ഗൌരവമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി M. ലിജിൻ പറഞ്ഞു. ഗവൺമെന്റ് ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണണം. അന്യസംസ്ഥാന ലോബി ഉൾപ്പെടെ ഈ രീതിയിൽ ഗുണ്ടായിസമാണ് ക്യാമ്പസുകൾക്കകത്ത് നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അന്യസംസ്ഥാന ലോബികൾക്കുൾപ്പെടെ ആ ഗുണ്ടായിസത്തിന് എതിരായിട്ടുള്ള പോരാട്ടങ്ങൾ SFI ഏറ്റെടുക്കും. ഇവിടെ സംഭവത്തിൽ ഇവർ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ടോംസ് കോളേജിലെ പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥിനി. പരാതിയുമായി ചെല്ലുമ്പോൾ അസഭ്യവാക്കുകൾ പറഞ്ഞ് ചെയർമാൻ അപമാനിക്കുന്നു. വിദ്യാർത്ഥിനികളെ വീട്ടിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ലെന്നും പരസ്പരം നോക്കിയാൽ പോലും ഫൈൻ ഈടാക്കുന്നുവെന്നും പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചാൽ തീവ്രവാദിയായി മുദ്രകുത്തും. ഫീസ് നൽകാത്തതിനെ തുടർന്ന് വയനാട് സ്വദേശികളായ 3 പെൺകുട്ടികളെ ഇറക്കിവിട്ടതായും വിദ്യാർത്ഥിനി പീപ്പിൾ TVയോട് വെളിപ്പെടുത്തി. കോളേജ് ഉടമയോട് പരാതി പറയാനെത്തിയാൽ അസഭ്യം പറഞ്ഞ് അപമാനിക്കും. അവധിക്കാലത്തും വീട്ടിൽ പോകാൻ അനുവദിക്കില്ല. ഫീസ് കൊടുക്കാൻ വൈകിയാൽ ചുവന്ന തെരുവിൽ പോയി പണം സമ്പാദിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഫീസ് അടയ്ക്കാൻ വൈകിയാൽ പെൺകുട്ടികളെ രാത്രി ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിടും. ജാതിമത വിവേചനം മുതൽ ലൈംഗിക അതിക്രമങ്ങൾ വരെ അരങ്ങേറുന്ന മറ്റക്കരയിലെ ടോംസ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തലാണിത്. മിക്കതും ഞങ്ങൾ ഗേൾസിന് നേരിടുന്നത് വെച്ചാൽ സാർ 8 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സാറ് വരുള്ളൂ. സാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാഷ്വലായിട്ട് തരുന്ന ഡ്രസ്സ് ഇട്ടായിരിക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അത് നൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ടീഷർട്ട് 3/4 അങ്ങനത്തെ ഗേൾസ് ഉള്ളിൽ അപ്പം അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടായിരിക്കും നിൽക്കുന്നത്. സാർ വന്നിട്ട് നമ്മളിപ്പം നിൽക്കുന്നിടത്ത് ഇപ്പം ഞാനൊരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ സാർ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. സാർ പോകുന്നത് വരെ സാറിൻ്റെ ഫേസിലേക്ക് മാത്രം. സാറ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് പോലും നോക്കാൻ നമുക്ക് പറ്റത്തില്ല. സാറിൻ്റെ ഫേസിൽ മാത്രം നോക്കി ഇങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ഈ ചില ടീഷർട്ടിലേക്ക് ഓരോ കൊട്ടേഷൻസ് ഒക്കെ എഴുതില്ലേ ഫ്രണ്ടിൽ, അതിപ്പം വേറെ ആളെ കൊണ്ട് വായിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ് പറയിപ്പിക്കുക, അത് പറഞ്ഞ് നമ്മളെ കളിയാക്കുക, എന്നിട്ട് അതിനെപ്പറ്റി അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും ഒരു കുട്ടിക്ക് ഫീസ് കൊടുക്കാനില്ല, എന്നിട്ട് ആ കുട്ടിയോട് പച്ചയ്ക്ക് പറഞ്ഞാണ് നീ ബോംബെയിൽ പോവും, ഫീസ് അടയ്ക്കാൻ നിനക്ക് കാശ് കിട്ടും. ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയാണ്. വൻ തുക ഫൈൻ ഈടാക്കും. മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദിയായി ചിത്രീകരിക്കും. മാനസികമായി തകർക്കും. പഠനം നിർത്തിപ്പോകാൻ തീരുമാനിച്ചാൽ സർട്ടിഫിക്കറ്റ് നൽകില്ല. ബോയ്സിന്റെ ഭാഗത്തേക്ക് നോക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഈവൻ ഒരു പേന ഷെയർ ചെയ്യാനും സമ്മതിക്കത്തില്ല. ഒരു പേപ്പർ പറഞ്ഞ് ബോയ്സിന്റെ പേപ്പർ പറഞ്ഞ് ഗേൾസിന്റെ ഭാഗത്തേക്ക് വന്നാൽ അത് ഗേൾസിന് എടുത്തു കൊടുക്കാനോ, പിന്നെ അത് 10 തവണ എംപോസിഷൻ എഴുതണം. ഞാൻ ഇനി പേപ്പർ വരത്തില്ല എംപോസിഷൻ എഴുതി ടീച്ചേഴ്സിനെ കാണിച്ച് ടീച്ചേഴ്സിന് എടുത്തു തരും. അങ്ങനെ അത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴേക്കും സാറ് പറഞ്ഞാണ് മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല എന്ന്. അതെന്താണ് ഈ മറ്റേ പരിപാടി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ മെൻസ് ഹോസ്റ്റലിൽ ഒരു കൊച്ചിനെ അവന് വന്നപ്പോഴേ മുസ്ലിമാണ് അവൻ വന്നപ്പോഴേ നിസ്കരിക്കാൻ അവന് സ്ഥലം വേണമെന്ന് പറഞ്ഞാണ് സാർ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കിടക്കുന്ന ബെഡിൻ്റെ മണ്ടിൽ തന്നെ നിസ്കരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവനത് പറ്റത്തില്ലെന്ന് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരുടെയും മുമ്പേച്ചിൽ പറഞ്ഞു ഫറാസ് തീവ്രവാദിയാണ്, അവൻ മോസ്ക് പണിയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആ ഉദ്ദേശം ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് സാങ്കേതിക സർവകലാശാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
നേരത്തെ ഇന്നലെ തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ സർവകലാശാലയോട് ഉടനെ തന്നെ അവിടെ അന്വേഷിച്ച് പരാതി എത്ര ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി അതുപോലെ മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള നടപടി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് മുകളിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാധാരണക്കാരായ രോഗികളെ കച്ചവട മനോഭാവത്തോടെ കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നിലിരിക്കുന്ന രോഗിയെ കച്ചവട മനസ്സോടെ സമീപിക്കാൻ പാടില്ല. ചില ആക്ഷേപങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ പരാമർശം നടത്തുന്നത്. ചിലർ അനാവശ്യമായ ടെസ്റ്റുകൾക്ക് വിധേയരാക്കുന്നുണ്ട്. രോഗനിർണയത്തിന് ടെസ്റ്റുകൾ വേണ്ടി വരും, പക്ഷേ അനാവശ്യമായ ടെസ്റ്റുകൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. മരുമകളുടെ മർദ്ദനത്തിൽ അമ്മായിയമ്മയ്ക്ക് ഗുരുതര പരിക്കേറ്റ വയോധികയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മകൾ അമ്മായിയമ്മയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ആലപ്പുഴ ഡാണാപ്പടി സ്വദേശിയായ വൃദ്ധമാതാവാണ് മരുമകളുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. മകൻ വിദേശത്തായതിനാൽ മരുമകളുടെ പരിചരണത്തിലായിരുന്നു ഇവർ. ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള മർദ്ദനങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് ക്രൂരമായ മർദ്ദന മുറകളിലേക്ക് വഴിമാറി. വൃദ്ധയുടെ പെൺമക്കൾ പലവട്ടം ഇത് ചോദ്യം ചെയ്തെങ്കിലും മരുമകൾ ഇവരെയും അസഭ്യം പറഞ്ഞു. ഇതിനിടെ മുഖത്ത് ചൂടുവെള്ളമൊഴിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തതോടെ പെൺമക്കൾ മാതാവിനെ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ശാരീരികമായും മാനസികമായും തകർന്ന വൃദ്ധയെ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ അടിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ തടിയടയത്. ഇന്നലെ അമ്മ ഒരുപാട് അടിച്ചെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആഹാരമില്ലാതെ ഞാൻ ആഹാരം ചോദിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞ് കതവടയ്ക്കുന്നതൊക്കെ ഞാനെല്ലാം കണ്ടുകൊണ്ട് അമ്മ കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഒരു ഗ്ലാസ്സിൻ്റെ ഇപ്പുറത്തുണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഹാരവും കൊടുക്കത്തില്ല. ഒരു ചരുവത്തിനകത്ത് ഇച്ചിരി കഞ്ഞിവരം എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, അത് രാവിലെ. പിന്നെ അമ്മയ്ക്ക് ഒന്നും കൊടുത്ത് കാണുന്നില്ല. മരുമകളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര പീഡനങ്ങൾ നാട്ടുകാരാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. വാർത്ത പുറത്തായതോടെ ഹരിപ്പാട് പോലീസ് 70-കാരിയായ വൃദ്ധയുടെ മൊഴിയെടുത്തു. മരുമകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നല്ല ഭക്ഷണം ആവശ്യപ്പെട്ട BSF ജവാനെ മാനസിക രോഗിയും വഴക്കാളിയുമായി ചിത്രീകരിച്ച BSF അധികൃതരുടെ നടപടിക്കെതിരെ ജവാന്റെ ഭാര്യ രംഗത്ത്. മാനസിക പ്രശ്നവും വഴക്കാളിയുമാണെങ്കിൽ തന്റെ ഭർത്താവിനെ എന്തിന് അതിർത്തിയിൽ കാവലിനയച്ചു എന്ന് ഷർമിള യാദവ് ചോദിക്കുന്നു. തന്റെ ഭർത്താവ് നല്ല കാര്യമാണ് ചെയ്തതെന്നും മുഴുവൻ സൈനികർക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചതെന്നും ഷർമിള യാദവ് പറഞ്ഞു. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ ജോലി ചെയ്യുന്ന CRPF കോൺസ്റ്റബിൾ ജീത് സിംഗ് ആണ് സൈന്യത്തിലെ വിവേചനം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വരെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പോയി ജോലി ചെയ്യുന്നവരാണ് CRPF ജവാന്മാർ. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമുള്ള കൊടുങ്കാടുകളിലും CRPF ജവാന്മാർ ജോലി ചെയ്യുന്നു. സുരക്ഷാ ചുമതല വേറെയും. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും സൈനികർക്ക് ലഭിക്കുന്ന ശമ്പളം, പെൻഷൻ, അവധി, ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും അർദ്ധസൈനികർക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. BSFൽ മോശം ഭക്ഷണമാണെന്ന് ചൂണ്ടിക്കാട്ടിയ തേജ് ബഹദൂറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന BSF വിശദീകരണത്തിനെതിരെ ഭാര്യ രംഗത്തെത്തി. മാനസിക അസ്വാസ്ഥ്യം ഉള്ളയാളാണെങ്കിൽ എന്തിനാണ് തന്റെ ഭർത്താവിനെ അതിർത്തിയിലേക്ക് ജോലി ചെയ്യാൻ പറഞ്ഞയച്ചതെന്നാണ് ഭാര്യ ഷർമിള യാദവ് ചോദിക്കുന്നത്. മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മേലുദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നതായുള്ള തേജ് ബഹദൂറിന്റെ ശബ്ദത്തിലുള്ള ഓഡിയോ ക്ലിപ്പും ഭാര്യ പുറത്തുവിട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും തമ്മിലുള്ള തർക്കം തുടരവേ വിജയുടെ ചിത്രം ഭൈരവ പ്രദർശനത്തിനെത്തി. സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന B ക്ലാസ് ഉൾപ്പെടെയുള്ള 200ഓളം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. അതേസമയം ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിലൂടെ പുറത്തായി. ഭൈരവയ്ക്ക് പിന്നാലെ മലയാള ചിത്രങ്ങളും റിലീസ് ചെയ്യാൻ വിതരണക്കാരും നിർമ്മാതാക്കളും തീരുമാനിച്ചു. സിനിമാ തർക്കം തുടരുന്നതിനിടെ എത്തിയ തമിഴ് ചിത്രം ഭൈരവയുടെ റിലീസ് വിജയ് ആരാധകർ ആഘോഷമാക്കി. സർക്കാർ തിയേറ്ററുകളിലും മൾട്ടിപ്ലക്സുകളിലും സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന B ക്ലാസ് തിയേറ്ററുകളിലുമായി 200ഓളം ഇടത്താണ് ചിത്രം പ്രദർശിപ്പിച്ചത്. തലസ്ഥാനത്ത് ഭൈരവ റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ രാവിലെ 6-നായിരുന്നു ആദ്യ പ്രദർശനം. അവസാന പ്രദർശനം രാത്രി 11:45-നാണ്. ആദ്യ ഷോ മുതൽ എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ. സിനിമ കണ്ടിറങ്ങിയ ആരാധകർ തിയേറ്ററിന് പുറത്തും ആഘോഷം തുടർന്നു.
അതിനിടെ ഭൈരവയുടെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിലൂടെ പുറത്തായി. ആദ്യ ഷോയ്ക്ക് തൊട്ടു പിന്നാലെയാണ് വ്യാജൻ പുറത്തിറങ്ങിയത്. ഭൈരവയ്ക്ക് തിയേറ്ററുകളിൽ വൻ വരവേൽപ്പ് ലഭിച്ചതോടെ മലയാള ചിത്രങ്ങളും റിലീസ് ചെയ്യാൻ വിതരണക്കാരും നിർമ്മാതാക്കളും തീരുമാനിച്ചു. 19-ന് ജോമോന്റെ സുവിശേഷങ്ങൾ റിലീസ് ചെയ്യും. 26-ന് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ പ്രദർശനത്തിലെത്തും. ഫുക്രി, ഇസ്ര തുടങ്ങിയ ചിത്രങ്ങളും വൈകാതെ റിലീസ് ചെയ്യും. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അംഗങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറാവുന്നവർക്കും ചിത്രം നൽകും. സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തിയേറ്ററുകളിൽ മാത്രം റിലീസ് നടത്തിയാലും കളക്ഷൻ ഉണ്ടാകുമെന്ന് ഭൈരവയുടെ റിലീസിലൂടെ വ്യക്തമായതിനാലാണ് മലയാള ചിത്രങ്ങളും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കലോത്സവ നഗരിയിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിക്കൊണ്ട് വൈവിധ്യമാർന്ന പ്രചരണ കലാരൂപങ്ങളാണ് ഉയർന്നുവരുന്നത്. സംഘാടക സമിതിക്ക് മുന്നിൽ ഓലയും മണലും കൊണ്ട് രൂപകൽപ്പന ചെയ്ത തെയ്യക്കോലം തന്നെ കാണികളെ ആശ്ചര്യഭരിതരാക്കും. കലോത്സവ നഗരിയിൽ ഗ്രീൻ പ്രോട്ടോകോൾ യാഥാർത്ഥ്യമാവുന്നത് ഏറെ വൈവിധ്യങ്ങളോടെയാണ്. മത്സരത്തിനെത്തുന്ന കലാകാരന്മാരെ സ്വീകരിക്കുക തുണിസഞ്ചിയും കണ്ണൂരിന്റെ സ്വന്തം കൈത്തറി ടവലുകളും നൽകിയായിരിക്കും. കലോത്സവ നഗരിയിലെ അലങ്കാരങ്ങൾ മുഴുവൻ ഫ്ലക്സുകളും പ്ലാസ്റ്റിക്കുകളും ഒഴിവാക്കിക്കൊണ്ടാവാൻ സംഘാടകർ തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസിനും 1-ാം സ്റ്റേജിനും മുന്നിലായി കണ്ണൂരിന്റെ തനതായ തെയ്യക്കോലം ഒരുക്കിയതു തന്നെ ഏറെ ശ്രദ്ധേയമാവുകയാണ്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ നഗരത്തിൽ അതിൻ്റെ പ്രചരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചും വളരെ മനോഹരമായ ആകർഷകമായിട്ടുള്ള പ്രചരണ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ ആകർഷകമായ രീതിയിൽ ഏതാനും 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ജില്ലയിലുടനീളം വളരെ മനോഹരമായ ശില്പങ്ങളും മറ്റുമൊക്കെ വരും. ഓലമടലും കമുകിൻ പാളയും ഉപയോഗിച്ച് വളരെ മനോഹരമായി തീർത്തിരിക്കുന്ന തെയ്യക്കോലം നിർമ്മിച്ചിരിക്കുന്നത് സിനിമാ സംവിധായകൻ കൂടിയായ ദീപേഷ് ആണ്. നമ്മൾ കണ്ണൂർ ജില്ലയുടെ മാത്രം അഹങ്കാരമായ തെയ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിലേക്ക് എങ്ങനെ ജനങ്ങളെ ആകർഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായി ചെയ്തതാണ്. ഭക്ഷണം പാകം ചെയ്യാൻ അല്ലെങ്കിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളായ മട്ടല്, പാള, ഓല ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. കണ്ണൂരിന്റെ സ്വന്തം കലാരൂപങ്ങളായ തെയ്യക്കോലങ്ങൾ ആയിരിക്കും കലാകാരന്മാരെ സ്വീകരിക്കുക. അതും തികച്ചും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ഏറ്റവും പുതിയ വാർത്തയുണ്ട്. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 പേർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ഒരു അധ്യാപകൻ, PRO, വൈസ് പ്രിൻസിപ്പൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തുടർന്നെത്താം. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് തന്നെ ചേരുകയാണ്. ദിൽജിത്ത്, ആരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തത്? എന്താണ് സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നത്? അജിംഷാദ്, ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ആരോപണ വിധേയരായിരുന്ന 3 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോളേജിന്റെ PROയും മുൻ മന്ത്രി KP വിശ്വനാഥന്റെ മകനുമായ സഞ്ജിത്ത് വിശ്വനാഥൻ, കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ NK ശക്തിവേൽ, അതുപോലെ തന്നെ ഈ കോളേജിൽ പരീക്ഷ നടക്കുമ്പോൾ ആ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്ററായി പ്രവർത്തിച്ചിരുന്ന അധ്യാപകൻ പ്രവീൺ എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജിഷ്ണുവിന്റെ ആത്മഹത്യക്ക് ശേഷം ഈ സംഭവം വിവാദമായതോടുകൂടി കോളേജ് സ്വീകരണം നൽകിയത് ജിഷ്ണു പരീക്ഷയ്ക്കിടയിൽ, യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കിടയിൽ കോപ്പിയടിക്കുകയും കോപ്പിയടി പിടിച്ച അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് ശകാരിക്കുകയും ആണ് ചെയ്തത്. ഇതിന്റെ മനോവിഷമത്തിലാകാം ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക്. ശരി, ഒടുവിൽ ഇതാ കോളേജ് അധികൃതർ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. വൈസ് പ്രിൻസിപ്പലിനെയും PROയും മുൻ മന്ത്രി KP വിശ്വനാഥനും കോൺഗ്രസ് നേതാവുമായ KP വിശ്വനാഥന്റെ മകൻ സഞ്ജിത്തിനെയും ഒപ്പം പ്രവീൺ എന്ന അധ്യാപകനെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ദിൽജിത്ത് നൽകിയത്.